Hi guys, മാർക്കറ്റ് മേശോൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു ന്യൂ ലേണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ സ്റ്റോക്ക് സെലക്ഷൻ ആണ് നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം. സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളൊരു സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് സെലക്ട് ചെയ്യുമ്പോൾ കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മാനിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ്, അല്ലെങ്കിൽ നോക്കേണ്ടത് സ്റ്റോക്കിൽ നോക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ബേസിക്കായ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം മോസ്റ്റ്ലി ഫോർ ബിഗിനേഴ്സ് ആണ്. കാരണം സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് കയറി തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പാറ്റേണോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ അല്ലെങ്കിൽ വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ ഓർ VCP എന്നീ സാധനങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ എവിടെയും നോക്കി കണ്ട് പഠിച്ചിട്ട് അതേ സാധനം നമ്മൾ എടുത്ത് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് വോണ്ട് വർക്ക്. അപ്പോൾ എന്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സ്റ്റോക്ക് എക്സ്ട്രീംലി ബുള്ളിഷായ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നില്ല എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റ് ബിഹേവിയർ ഓഫ് ദ സ്റ്റോക്ക് വാസ് വെരി ഡൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം കാരണം. അല്ലെങ്കിൽ സ്റ്റോക്ക് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ്, അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് ഭയങ്കര കുറവാണെന്ന്, അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം. സോ എനിക്ക് ഒരുപാട് പറ്റിയിട്ടുള്ള കേസാണിത്. സ്റ്റാർട്ടിങ് നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു, ഒരു കൊല്ലം കഴിഞ്ഞു, 1.5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ട്രയാങ്കിൾ പാറ്റേൺ വലിയ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു, ട്രെൻഡ് ലൈനിൽ അത് ബ്രേക്കൗട്ട് എടുക്കുന്നു, ബ്രേക്കൗട്ട് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് തിരിച്ച് താഴത്തേക്ക് തന്നെ വരുന്നു, അപ്പോൾ അത് വർക്കാവുന്നില്ല. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അത് താഴെ വന്ന് വീണ്ടും മുകളിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി. മെയിൻലി ഞാൻ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട്സാണ് ആദ്യം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ. കാരണം ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് വർക്കായില്ല. അതിൻ്റെ അർത്ഥം ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട്സ് വർക്ക് ചെയ്യില്ല എന്നാണോ? അല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് അത് വർക്കായില്ല, ചിലർക്ക് വർക്കാവും. അപ്പോൾ അവർ ചെയ്യുന്ന രീതിയും വ്യത്യാസമായിരിക്കും. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്കെന്താണ് വർക്കായെന്നുള്ള കാര്യമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എൻവിറോൺമെൻ്റ് ആണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റോക്ക് നിങ്ങൾ ട്രേഡ് എടുത്തതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി കൂടുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ എൻവിറോൺമെൻറ്റ് എക്സ്ട്രീംലി ഗുഡ് ആയിരിക്കണം. മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് മോശമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കുറയും. ഇപ്പോൾ അതായത് 3 out of 4 സ്റ്റോക്സ് ഫോളോ ദ മാർക്കറ്റ് ആണ്. സോ നമുക്കിവിടെ മാർക്കറ്റായിട്ട് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എടുക്കാം. അതായത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് താഴത്തേക്കാണെങ്കിൽ 75% സ്റ്റോക്കും താഴത്തേക്ക് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചോപ്പി ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 25% നമ്മൾ വിജയിക്കാനുള്ള പ്രോബബിലിറ്റി. പക്ഷേ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ എബവ് മോസ്റ്റ് ഓഫ് ദ കീ മൂവിങ് ആവറേജസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ വിന്നിങ് പ്രോബബിലിറ്റിയും കൂടും. സോ ഈ സമയങ്ങളാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അത് ഒന്നാമത്തെ കേസ്. ആ ഒരു കേസ് നമ്മൾ മനസ്സിൽ വെക്കാതെ നല്ല ക്യാരക്ടറിസ്റ്റിക്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് നല്ല ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലോസിലേക്ക് പോകും. സോ ബേസിക്കലി എന്താണ്, മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി സെറ്റപ്പ് ഇറ്റ് സെൽഫ്. സെറ്റപ്പ് മത്ലബ് ലൈക്ക് എന്ത് ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് ബ്രേക്കൗട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിലും, പുൾ ബാക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിലും, അതുപോലെ തന്നെ നിങ്ങളൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ട്രേഡ് ചെയ്യും, എന്താണെങ്കിലും ശരി, മാർക്കറ്റ് മോശമാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റിൻ്റെ ലൈക്ക് ആസ് ഐ സെഡ് ഏർലിയർ, 3/4 ഓഫ് ദ സ്റ്റോക്സ് ഗോ ഡൗൺ ഓർ അപ്പ് വിത്ത് ദ മാർക്കറ്റ്, റൈറ്റ്? സോ റൈറ്റ് നൗ ഇന്നലെ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം എവിടെ ക്ലോസ് ആയിരിക്കും? എല്ലാ മൂവിങ് ആവറേജും താഴെ ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ നാളെ മറ്റന്നാളെ വന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും ബിലോ 80%. പ്രോബിലിറ്റി ഈസ് ലെസ് ദാൻ 20%, റൈറ്റ്, ഓഫ് വിന്നിങ്. ലൂസിങ്ങിൻ്റെ ആണ് എബോവ് 80%, ഐ വുഡ് സേ. സോ കാരണം എന്താണ്, ഓൾറെഡി എക്സ്ട്രീം സെല്ലിംഗ് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. ഡെഫിനറ്റ്ലി 1, 2, 3, 6 ക്യാൻഡിൽസ്, റെഡ് ക്യാൻഡിൽസ് വന്നതിന് ശേഷം ഒരു ചെറിയൊരു ബൗൺസ് വരാം. ആ ബൗൺസിൽ എബോവ് 10 പീരീഡ് മൂവിങ് ആവറേജ് നല്ല ക്ലോസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മേ ബി 2 or 3 days ബൗൺസ് ആഫ്റ്റർ സസ്റ്റൈനിങ് എബോവ് 10 പീരീഡ് മൂവിങ് ആവറേജ് സസ്റ്റെയിൻ ചെയ്തെന്ന് വരാം. ആ സമയങ്ങളിൽ നമുക്ക് ഡെഫിനറ്റ്ലി ട്രേഡ് എടുക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. ചെറിയ പേഴ്സൺ സൈസിൽ മേ ബി 5% ഓഫ് യുവർ ഹോൾ പോർട്ട്ഫോളിയോ ഷുഡ് ബി അലോക്കേറ്റഡ്. എന്നിട്ട് അത് വർക്ക് ആവുന്നുണ്ട് നോക്കുക, ട്രേഡ് വർക്ക് ആവുന്നുണ്ട് നോക്കുക. എന്നിട്ട്
ആ ട്രേഡ് വർക്ക് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ബിയോണ്ട് ദാറ്റ് അലോക്കേഷൻ. 5% അലോക്കേഷൻ ചെയ്ത ആളാണെങ്കിൽ വീണ്ടും 10% അലോക്കേഷൻ അല്ലെങ്കിൽ 15-20%ലേക്ക് ഈ 5ഉം 10ഉം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 15-20% അലോക്കേഷനിലേക്ക് പോകാം. ഇതിനാണ് നമ്മൾ പ്രോഗ്രസീവ് എക്സ്പോഷർ എന്ന് പറയുക. അപ്പോൾ ഇതെല്ലാം ഒരു വേറൊരു കാറ്റഗറി ഓഫ് സ്വിംഗ് ട്രേഡിംഗ് ആണ്. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സ്റ്റോക്ക് ഫോർ സ്വിംഗ് ട്രേഡിംഗ് ആണ്. അതുകൊണ്ട് ഈ പറയുന്ന പ്രോഗ്രസീവ് എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, നമ്മൾ ഓൾറെഡി കുറേ സമയം എടുത്തു, നമുക്ക് ബെസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റോക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നല്ലൊരു സ്റ്റോക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, നല്ലൊരു ക്യാരക്ടറിസ്റ്റിക്സ് കാണുന്ന സ്റ്റോക്സ് ഞാൻ കാണിച്ചു തരാണെങ്കിൽ ആർ പവർ ആണ്, റൈറ്റ്. സോ ആർ പവർ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയേ, ഇതായിരുന്നു ഇതിൻ്റെ ബേസ്, റൈറ്റ്. ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു ബേസിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്, ഓക്കെ. അതിന് മുന്നേ ഉള്ളതിൻ്റെ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒറ്റ സ്ട്രെച്ച് 81% മൂവ് ആണ്. അപ്പോൾ ഇങ്ങനെ മൂവ് തരുന്ന സ്റ്റോക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് അറ്റ് എ സ്ട്രെച്ച് അല്ലെങ്കിൽ പാസ്റ്റ് ബിഹേവിയർ ഓഫ് ദ സ്റ്റോക്ക് വളരെ നല്ലതായിരിക്കണം. അതായത് പാസ്റ്റ് ബിഹേവിയർ നല്ല, എസ്പെഷ്യലി റീസെൻറ്റ് പാസ്റ്റിൽ നല്ല മൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ടാവണം. അതിനുശേഷം കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക് ഔട്ടാണ് നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്യാനുള്ള മേജർ ക്യാരക്ടറിസ്റ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കേസ് വലിയൊരു ലെഗ് 81% ഇൻ 20 bars, നോട്ട് ഈവൻ 20, അതിലും കുറവായിരിക്കും തോന്നുന്നു എനിക്ക്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 13 days ട്രേഡിംഗ് സെഷനിൽ 87% മൂവാണ് ആർ പവർ തന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് മോശമായി. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 2024 ആണ്, സെപ്റ്റംബർ 2024 മുതലേ മാർക്കറ്റ് മോശമായി തുടങ്ങിയിരുന്നു. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തു. അതിനുശേഷം ഈ നല്ലൊരു ബേസ്, ഈ ഒരു ബേസ് കണ്ടോ, നിങ്ങൾ ഈ ബേസ് ഒന്ന് നൈസായിട്ട് സ്റ്റഡി ചെയ്ത് നോക്കൂ. ഓൾറെഡി നല്ലൊരു കറക്ഷൻ ടു ദ 200 പീരിയഡ് മൂവിങ് ആവറേജ്. ഈ സമയങ്ങളിൽ നിങ്ങൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം പരിതാപകരമായ രീതിയിൽ വീണുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എവിടെയായിരുന്നു ഈ സമയങ്ങളിലൊക്കെ. അപ്പോൾ ബേസിക്കലി ഇവിടെയൊക്കെ നോക്കി, ഇവിടെയൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ സ്മോൾ ക്യാപ്പൊക്കെ വേ ബിലോ ഇറ്റ്സ് 200 പീരിയഡ് മൂവിങ് ആവറേജ് ആണ് ഇവിടെയൊക്കെ, അല്ലേ? പക്ഷേ നമ്മുടെ ആർ പവർ എന്താണ്, ഞാൻ 200 പീരിയഡ് മൂവിങ് ആവറേജ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് 200 ആക്കാം. EMA 200. ഓക്കെ കൂൾ. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡി നമുക്ക് നോക്കി നോക്കാം. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്. ആ സമയങ്ങളിൽ അതുമല്ല, ഇറ്റ്സ് വേ ബിലോ 200 പീരിയഡ് മൂവിങ്. 200 പീരിയഡ് മൂവിങ് ആവറേജ് ഇവിടെയാണ്, പക്ഷേ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഇവിടം വരെ എത്തി. 200 പീരിയഡ് മൂവിങ് ആവറേജിൽ നിന്ന് ഓൾമോസ്റ്റ് എത്ര പെർസെൻറ്റേജ് വീണു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്? ഓൾമോസ്റ്റ് 18-20% സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വീണു. ആ സമയത്ത് ആർ പവർ എന്താ ചെയ്യുന്നത്? ഇറ്റ്സ് കൈൻഡ് ഓഫ് ടച്ചിങ്, ട്രൈ ടു ഗോ ബിലോ ദ 200 പീരിയഡ് മൂവിങ് ആവറേജ്, പിന്നെ അത് റീക്ലെയിം ചെയ്തു. അപ്പോൾ ഇതിനാണ് നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് ആസ് കമ്പയർഡ് ടു ദ മാർക്കറ്റ് ഇത് ഭയങ്കര സ്ട്രെങ്ത് ഷോ ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. അപ്പോൾ അതൊന്ന് റിലേറ്റീവ് സ്ട്രെങ്ത് ഒന്ന്. അതുപോലെ തന്നെ ലീനിയർ സ്റ്റോക്കാണ്, അതായത് ഫാസ്റ്റ് മൂവ് ടു ദ അപ്സൈഡ് തരുന്നുണ്ട്, ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അത് 2. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വോളിയം കാണുന്നില്ലല്ലോ, സിമ്പിൾ വോളിയം, ഗോട്ട് ഇറ്റ്. സോ നോക്കി, പിന്നെ നമ്മൾ ഈ ബേസ് സ്റ്റഡി ചെയ്യാണ്. ഓൾറെഡി 200 പീരിയഡ് മൂവിങ് ആവറേജിന് താഴെ പോയിട്ടില്ല. മാർക്കറ്റ് ഓൾറെഡി 200 പീരിയഡ് മൂവിങ് ആവറേജിന് താഴെയാണ്. അപ്പോൾ ഓൾറെഡി ഇത് റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് ആസ് കമ്പയർഡ് ടു ദ മാർക്കറ്റ്. അതുപോലെ തന്നെ ഒരു ലോ ഇവിടെ വന്നായിരുന്നു, പിന്നെ ആ ലോവിനൊരു അണ്ടർകട്ട് ചെയ്ത് വീണ്ടും, അപ്പോൾ അത് ഷെയ്ക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈനാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കി,
ഈ ബേസ് ഹോൾ ബേസ് നിങ്ങൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്തോറും ഈ ബ്ലൂ ബാർസ് ഉണ്ടോ, ഈ ബ്ലൂ ബാർസ് കൂടിക്കൂടി വരുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ലൈക്ക് സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽസ് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലൂ ബാർസൊക്കെ ഇവിടെ കണ്ടോ, ഇവിടെ ചെറിയൊരു അറ്റംപ്റ്റ് നടത്തി ബ്ലൂ ബാർസൊക്കെ വന്നു, പക്ഷെ നടന്നില്ല. തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ട് വീണ്ടും ബ്ലൂ ബാർസൊക്കെ വന്നു തുടങ്ങി, നല്ല സ്ട്രോങ് ക്യാൻഡിൽസ് വന്നു. അതിനുശേഷം ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കാം. ഇവിടെ ഏർണിങ്സ് വന്നു, ഏർണിങ്സ് നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഗ്യാപ്പ് അപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഗ്യാപ്പ് അപ്പ് ആർ മാർക്കറ്റ് സ്കോട്ട് ഓഫ് ഗാർഡ് എന്നാണ് പറയുന്നത്. അതായത് പ്രതീക്ഷിക്കുന്നതിനാൽ നല്ല ഏർണിങ്സ് ആണ് ഇവിടെ വന്നത് അല്ലേ. ഇവർ നല്ലൊരു ഗ്യാപ്പ് അപ്പ് വന്നു. ഈ ഗ്യാപ്പ് അപ്പിന് ശേഷം ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്തു, ആ ഗ്യാപ്പ് ഫില്ലായില്ല. പിന്നെ മേജർ സപ്ലൈ ഏരിയ ആണിത്. ഈ ഒരു ടോട്ടൽ ഹോൾ ബേസ് നോക്കുകയാണെങ്കിൽ ഈ ഹോൾ ബേസിൻ്റെ മേജർ സപ്ലൈ ഏരിയ ആണിത് അല്ലേ. ഒന്നും കൂടെ ഞാൻ വരച്ചോട്ടെ, പ്ലീസ് ബെയർ വിത്ത് മീ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ സപ്ലൈ ഏരിയ എത്ര പ്രാവശ്യം? 1, 2, 3, 4 പ്രാവശ്യം ഈ സപ്ലൈ ഏരിയ വന്ന് സ്റ്റോക്ക് ടച്ച് ചെയ്താണ്. അപ്പോൾ ഈ ഡെഫിനറ്റ്ലി 4ാമത്തെ 2-3 പ്രാവശ്യം ഒക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഓൾറെഡി ആ സപ്ലൈ ഏരിയ വീക്കാവും. എന്നിട്ട് 4ാമത്തെ പ്രാവശ്യം കഴിഞ്ഞ് 5ാമത്തെ പ്രാവശ്യം വന്നിട്ട് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു. ആ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു സ്റ്റോക്കിൻ്റെ? ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. നോക്കി, ബ്ലൂ ബാർസ് ആണ് കൂടുതൽ. 1, 2, 3. ഒന്നാമത്തെ കേസ് ഗ്യാപ്പ് അപ്പ്, പിന്നെ ബ്ലൂ ബാർസ്, അതായത് ഹൈ വോളിയം ക്യാൻഡിൽസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ ബാർസ് എന്ന് പറഞ്ഞാൽ വോളിയം ആവറേജ് വോളിയത്തെക്കാളും കൂടുതലാണ് ആ അന്നത്തെ ദിവസങ്ങളിൽ വോളിയം. അപ്പോൾ ഹൈ വോളിയം ബാർസ് ആണ് വിത്ത് ബ്ലൂ ബാർസ്. അപ്പോൾ 1, 2, 3, 4, 5 ബ്ലൂ ബാർസ് ഇൻ 6 സെഷൻസ്. അതിനുശേഷം ചെറിയൊരു പുൾ ബാക്ക്, കാരണം എന്താണ്, ഇവിടെ സപ്ലൈ ഉണ്ട്. അതിനുശേഷം എ ഹൈ വോളിയം ബ്രേക്ക് ഔട്ട് വിത്ത് ദാറ്റ് ടു 16% ബ്രേക്ക് ഔട്ട്. ഹൈ വോളിയം 16% ബ്രേക്ക് ഔട്ട് ആണെന്ന്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാം, ഇവിടെ ട്രേഡ് എടുക്കാം. ആസ് ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ഔട്ട്, നല്ലൊരു ബ്രേക്കിംഗ് ഔട്ട് തന്നു കഴിയുന്ന സമയത്ത് നമുക്ക് ഇവിടെ ട്രേഡ് ചെയ്യാം. മേ ബി 5-6%. അത് നിങ്ങൾ ട്രേഡ് എടുക്കുന്ന പോലെ ആയിരിക്കും. 4-5-6% സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല ട്രേഡ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് ഇറ്റ് ഗോ ഔട്ട് ഓഫ് ദ ബേസ്. അതായത് ഈ ഹൈ കണ്ടോ, ഈ ഹൈൻ്റെ അടുത്തേക്ക് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ ഹൈൻ്റെ അടുത്തേക്ക് സ്റ്റോക്ക് വന്ന് അവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഓൾ ടൈം ഹൈയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ഒരു സപ്ലൈ തന്നെ ഇല്ല സ്റ്റോക്കിന്. മാർക്കറ്റ് ഇത്രയും കറക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ സ്റ്റോക്ക് എന്താണ്, ഓൾ ടൈം ഹൈയിൽ തന്നെ നിൽക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സ്ട്രോങ് ആണ് സ്റ്റോക്ക് സ്ട്രോങ് ആണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ബൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ബൈബിൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. വീണ്ടും ചെറിയൊരു കൺസോൾട്ടേഷൻ, വീണ്ടും ഒരു ബൈബിൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മോശമായി, നമ്മൾ വീണ്ടും വീണു. അതായത് May 12 മാർക്കറ്റ് നല്ലൊരു ബ്രെത്ത് ടെസ്റ്റ് വന്നിട്ടുണ്ട്. ആ May 12 നമുക്ക് ഈ ഒരു ഗ്യാപ്പ് വന്നത്. അതിനുശേഷം May 12 ശേഷം നല്ലൊരു മൂവ് തന്നെ മാർക്കറ്റിൽ വന്ന് മെയ് ജൂൺ സമയങ്ങളിൽ നല്ല മൂവ്സ് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലാണ് ഈ ഒരു റാലി നമുക്ക് കിട്ടിയത്. സോ ഫ്രം ദ ബോട്ടം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാഡ് റാലീഡ് ഓൾമോസ്റ്റ് ഫ്രം ദ ബോട്ടം ഇറ്റ് had rallied 57%. ഈ 57% നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇതിൽ 20% ഒക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. സോ ഇതാണ് ആർ പവർ. അപ്പോൾ ആർ പവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാം. ലീനിയർ സ്റ്റോക്സ്, ഫാസ്റ്റ് മൂവിങ് സ്റ്റോക്ക്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് സ്റ്റോക്ക്, സഡൻ മൂവ്സ് വരുന്ന സ്റ്റോക്കാണ് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു മൂവാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ സ്റ്റോക്ക് ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഗ്യാപ്പ് അപ്സ് ഇല്ലാതെ തന്നെ ഈ ഒരു മൂവ് നമുക്കിവിടെ കിട്ടി, റൈറ്റ്. അതുകൊണ്ട് എന്താ, ഗുഡ് ബേസ്. ഈ ബേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? റൈറ്റ് സൈഡിലേക്ക് ഹൈ വോളിയം ഇൻ ദ ഗ്രീൻ ക്യാൻഡിൽസിൽ ഹൈ വോളിയം റൈറ്റ് സൈഡിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് ഞാൻ പറയാൻ പറ്റുന്നത്, ഇതൊരു സിമെട്രിക് ബേസാണ്. അതായത് നമ്മൾ ഈ ഒരു ഇതൊരു ഇത്രയും ഭാഗം നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ പകുതിയിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് സെയിം പോലെ തോന്നും, ഇവിടുന്ന് ഇങ്ങോട്ടും എക്സാക്ട് സെയിം എന്നാണല്ലോ പറയുന്നത്. പക്ഷെ കാണുമ്പോൾ
നമുക്കൊരു സിമെട്രിക് ആയിട്ടൊരു രൂപം വരുന്നത്. അപ്പോൾ അങ്ങനെ സിമെട്രി എന്നുള്ള സംഭവം സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം പോപ്പുലറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ബേസുകൾ എപ്പോഴും സിമെട്രിക് ആയിരിക്കണം. കാരണം ഇതിൻ്റെ നടുക്കൊരു നമ്മളിവിടെ വരയിട്ട് കഴിഞ്ഞാൽ, അതായത് 4th മാർച്ചിന് വരയിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് സിമെട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ലീനിയാരിറ്റി 1, അത് ഈ ഒരു മൂവ്. സിമെട്രി 2, അത് ഈ ഒരു സിമെട്രിക് സ്ട്രക്ചർ. അതിനുശേഷം എന്താണ് ഗ്യാപ്പ് അപ്പ് ആഫ്റ്റർ ഏർണിങ്സ്. അതൊരു നമുക്ക് ഏർണിങ്സ് പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഏർണിങ്സിന് ശേഷം ഗ്യാപ്പ് അപ്പ് വന്നിട്ട് എല്ലാം എബവ് ആവറേജ് ഗ്രീൻ ബാർസ് ആണ് വന്നത്. പിന്നെ സപ്ലൈൻ്റെ അടുത്ത് വന്നിട്ട് 4 പ്രാവശ്യം ഓൾറെഡി ടെസ്റ്റ് ചെയ്തു. പിന്നെ സപ്ലൈ ബ്രേക്ക് വിത്ത് ഹൈ വോളിയം ക്യാൻഡിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് സ്റ്റോക്കിൽ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്തെന്ന് വെച്ചോ, ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. റൈറ്റ്, ട്രെൻഡ് ലൈൻ ഇത് ട്രെൻഡ് ലൈനാണ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ അത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആണോ അല്ലയോ എന്തൊക്കെയാണുള്ളത്. പക്ഷെ ട്രെൻഡ് ലൈൻ മാത്രം വരച്ചുകൊണ്ടല്ല, നമ്മൾ ഈ ട്രെൻഡ് ലൈൻ വെച്ച് ഇതിന് ബ്രേക്ക് ഔട്ട് കിട്ടിയത് കൊണ്ടല്ല ഈ സ്റ്റോക്ക് മൂവ് ചെയ്ത്. ഇതിന് വേറെയും പല നല്ല ബെറ്റർ മൂവിങ് സ്റ്റോക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. റൈറ്റ്, അപ്പം ഇത് എസ്പെഷ്യലി ഏറ്റവും നല്ലൊരു ഏരിയ ഫോർ ബൈയിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബൈ ചെയ്യുന്നതിനേക്കാൾ നല്ല ഇതാണ്. കാരണം ഔട്ട് ഓഫ് ദ ബേസ് ആണ്, അതിനേക്കാൾ നല്ലൊരു ഏരിയയാണ് ഇത്. കാരണം ഈ ബേസിൽ പുറത്തേക്ക് പോയി സ്റ്റോക്ക് സ്ട്രെങ്ത് കാണിച്ചതിന് ശേഷമാണ് നമുക്ക് കാണിച്ചതിന് ശേഷം ബൈ ചെയ്യുമ്പോൾ കൂടുതൽ പ്രോബിലിറ്റി ടു ഗോ അപ്പാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ബേസിനുള്ളിൽ തന്നെ നമ്മൾ ബൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇത് നേരെ മുകളിൽ പോയിട്ട് പെട്ടെന്ന് ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി ഒക്കെ വളരെ കൂടുതലാണ്. റൈറ്റ്, അതുപോലെ തന്നെ ഒരുപാട് ഷെയ്ക്ക് ഔട്ട്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ശ്രമിച്ചിട്ട് അത് വീണ്ടും താഴത്തേക്ക് വരെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിവിടെ ബ്രേക്ക് ഔട്ട് ശ്രമിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവിടെ നോക്കിയേ, ഇത് സെൻറ്ററിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഈ സെൻറ്ററിൽ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും നോക്കുമ്പോൾ ഇത് സിമെട്രിക് ആണോ? എൻ്റെ ഒരു ഇതിലല്ല. അതായത് ഇവിടുന്ന് എത്ര ദിവസം എടുത്തു? 59 ബാർസ്. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എത്രയുണ്ട്? ആകെ 26 ബാർ, പകുതി. അതും ഒരു കാരണമാണ് ഈ ഒരു ബ്രേക്കൗട്ട് വർക്ക് ചെയ്തിരിക്കാൻ. സോ സിമെട്രിക് ആയിട്ടുള്ള ബേസുകൾ നിങ്ങൾ കൂടുതൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ വർക്ക് ആവാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. എസ്പെഷ്യലി ഇതൊരു ലോ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ലോ ബ്രേക്കൗട്ട് വന്ന് സസ്റ്റെയിൻ ചെയ്യാതെ താഴത്തേക്ക് വീണിട്ട് വീണ്ടും മുകളിലേക്കാണ് സ്റ്റോക്ക് പോയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു ഷെയ്ക്ക് ഔട്ട് പോലെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓൾറെഡി ഇവിടെ ഷെയ്ക്ക് ഔട്ട് വന്നു, അത് വളരെ നല്ല കാര്യമാണ്. ആ ഷെയ്ക്ക് ഔട്ടിന് ശേഷം വീണ്ടും ഒരു ചെറിയൊരു ഫെയിൽഡ് ബ്രേക്ക് ഔട്ട്, അതിനുശേഷം ആഫ്റ്റർ ഏർണിങ്സ് നല്ലൊരു മൂവ്, അതിനുശേഷം ചെറിയൊരു കൺസോൾട്ടേഷൻ, എക്സ്ട്രീംലി ഗുഡ് കൺസോൾട്ടേഷൻ. ഇപ്പോൾ ഇത് ഇത്രയും ഭാഗം നിങ്ങൾക്കൊരു വോൾട്ടിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ എന്നും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ ഓൾറെഡി വോളിയം കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പ്രൈസ് റേഞ്ചും കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. കോൺട്രാക്ഷൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു ഹൈയിൽ നിന്ന് ഈ ഒരു ലോ വരെ 36% മൂവ്. പിന്നെ വീണ്ടും ഈ ഒരു ഹൈയിൽ നിന്ന് ഈ ഒരു ലോ 20% കോൺട്രാക്ഷൻ. വീണ്ടും ഈ ഒരു ഹൈയിൽ നിന്ന് ഈ ഒരു ലോ 19% കോൺട്രാക്ഷൻ. പിന്നെ ലാസ്റ്റ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 5-6% കോൺട്രാക്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്റ്റോക്കിൽ വരുമ്പോഴാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ട്രെൻഡ് ലൈനോ ഒരു ഹോറിസോണ്ടൽ ലൈനോ ബ്രേക്ക് ഔട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ടല്ല. ബേസിക്കലി അതിനേക്കാളും വലിയൊരു കേസ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് നിയർ ഇറ്റ്സ് ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതാണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് എത്താനുള്ള ദൂരം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ വിത്തിൻ 15% ആണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ. റൈറ്റ്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റോക്ക് ഓൾറെഡി ഓൾ ടൈമിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്റ്റോക്ക് സ്ട്രോങ് ആണ്. സ്റ്റോക്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് ഉണ്ട്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി ഈ സ്റ്റോക്കിൽ കൂടുതലാണ്. റൈറ്റ്, സോ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നിങ്ങൾ മേ ബി യു ക്യാൻ ടേക്ക് എ നോട്ട് ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ. ഫസ്റ്റ് തിങ് ഈസ് ലീനിയാരിറ്റി, സെക്കൻഡ് വൺ ഈസ് സിമെട്രി, തേർഡ് വൺ ഈസ് ഷെയ്ക്ക് ഔട്ട്സ്, ഫോർത്ത് വൺ ഈസ് ആഫ്റ്റർ ഏർണിങ്സ് ഗ്യാപ്പ് അപ്പ് ആൻഡ് സസ്റ്റെയിൻ. പിന്നെ ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ ഹൈ വോളിയം ക്യാരക്ടറിസ്റ്റിക്സ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ സ്റ്റോക്ക്. അതായത് സ്റ്റോക്ക് നമ്മൾ ടൈറ്റ്നെസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഹൈ വോളിയം ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചു തുടങ്ങും റൈറ്റ് സൈഡിലേക്ക് ഉള്ള, അതായത് ഈ ടോട്ടൽ നടുക്ക് ഞാൻ നേരത്തെ ഒരു വരയിട്ട പോലെ ഇവിടെ വരയിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള വോളിയം ആക്ഷൻ അല്ല ഇവിടുന്ന് റൈറ്റിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് അല്ലേ. കൂടുതൽ എന്താണ് ബ്ലൂ ബാർസ്, അതായത് ഹൈ ആവറേജ് വോളിയത്തിനേക്കാളും ഹൈ ബാർസും കാണാം. അതായത് ഗ്രീൻ ബാർസാണ് വരുന്നത്, അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എബവ് ആവറേജ് വോളിയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, റൈറ്റ്. സോ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, പിന്നെ സിമെട്രിയും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നടുക്കൊരു വര വെച്ചാൽ ഇതിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കാം. ഇതിൻ്റെ അർത്ഥം എക്സാക്ട് സെയിം എന്നല്ല ഞാൻ പറയുന്നത്. കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു നല്ലൊരു യു ഷേപ്പിൽ കണ്ടോ, ഇതൊരു വി ഷേപ്പ് റിക്കവറി, നേരെ വന്നു നേരെ പോയി സസ്റ്റെയിൻ ചെയ്യില്ല. പക്ഷെ ഇതൊരു യു ഷേപ്പ് അല്ലേ, ഒരു യു അല്ലെങ്കിൽ റൗണ്ടിങ് ബോട്ടം കൈൻഡ് ഓഫ് പാറ്റേൺ അല്ലേ. അപ്പം അങ്ങനെയുള്ള പാറ്റേൺസ് ആണ് കൂടുതൽ വർക്ക് ചെയ്യുക. കാരണം വി ഷേപ്പ് റിക്കവറീസ് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്സിൽ വർക്ക് ചെയ്യില്ല. സോ കാരണം ഒന്നുമില്ല, മെയിൻലി പറയുന്നത് സപ്ലൈ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടാവില്ല എന്നുള്ളത്. കാരണം ഇവിടെയൊക്കെ ഇവിടുന്ന് പട്ടേന്ന് തന്നെ വീണ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ വാങ്ങിയവരൊക്കെ കുടുങ്ങിപ്പോയി കാണും. അപ്പോൾ അവർ ഓൾമോസ്റ്റ് ഈ ലെവലിലൊക്കെ എത്തുമ്പോൾ, ചെറിയ പ്രോഫിറ്റിലൊക്കെ എത്തുമ്പോൾ അവർ വിറ്റ് കളയും, അപ്പോൾ വീണ്ടും വീഴും. പക്ഷേ ഇത് അങ്ങനെയല്ല നടക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ ഒരു പ്രാവശ്യം വന്നു, കുറേ ആൾക്കാർ വിൽക്കാൻ ചാൻസ് ഉണ്ട്, അവർ വിറ്റു. വീണ്ടും ചെറിയ പൊങ്ങി വന്നു, ഇവിടെയൊക്കെ വാങ്ങിയവർ വീണ്ടും വിറ്റു. വീണ്ടും പൊങ്ങി വന്നു, ഇവിടെ വാങ്ങിയവർ അപ്പോൾ ഈ സെയിം ലെവലിൽ ഒരുപാട് നേരം നിൽക്കുമ്പോൾ അവസാനം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിറ്റിട്ടുണ്ടാവും. അതിൽ പിന്നെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പം വീണ്ടും വിൽക്കാനുള്ളവർക്ക് വിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഹോൾഡ് ചെയ്യാനുള്ളവർ മാത്രം ഹോൾഡ് ചെയ്ത് കഴിയുമ്പോഴല്ലേ സ്റ്റോക്ക് മുകളിലേക്ക് പോവുക. പിന്നെയാണ് എക്സ്ട്രീം പവർഫുൾ മൂവ് മുകളിലേക്ക് സ്റ്റോക്കിലേക്ക് വരിക. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാം, ഈ സ്റ്റോക്കിൻ്റെ ഞാനൊരു റീപ്ലേ ബട്ടൺ ഇട്ട് കാണിച്ചു തരാം. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇതെന്താണ് ബ്രേക്ക് ഔട്ട് ചെയ്തത്? 23rd of May. അതിന് ADR ഉണ്ടോ? ആവറേജ് ഡെയിലി റേഞ്ച് ആണ്. അത് ഓൺ എ ഡെയിലി ബേസിസ് ഇറ്റ്സ് മൂവ്സ് അറൗണ്ട് 5%. അപ്പോൾ ADR എബവ് 4 ഉള്ള സ്റ്റോക്സ് ആണെങ്കിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അറ്റ്ലീസ്റ്റ് എബവ് 3 വേണം, റൈറ്റ്. കാരണം എന്താ വെച്ചാൽ ചെറിയ ഗ്രീൻ സോണൊക്കെയാണ് മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഈ സ്റ്റോക്സ് ഒക്കെ 10-25% ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് വിത്തിൻ 2-3 days മൂവ് ചെയ്യും, അല്ലേ. ഈ സ്റ്റോക്ക് ഈ ഒരു ദിവസം എത്ര പെർസെൻറ്റേജ്? 16% മൂവ് ചെയ്ത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം, ഒരു സ്റ്റോക്ക് 16% മൂവ് ചെയ്യണമെങ്കിൽ എത്രമാത്രം ഫോഴ്സ് സ്റ്റോക്കിൽ വേണം. അതുപോലെ തന്നെ എത്രമാത്രം സ്റ്റോക്സ് ഒരു ദിവസം 16% മൂവ് ചെയ്യും ഇന്ത്യൻ മാർക്കറ്റ്? വളരെ റെയറാണ്. അപ്പം ഇങ്ങനെ മൂവ് ചെയ്യുന്ന സ്റ്റോക്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെക്കണം. എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എങ്കിലും സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ ചെറിയൊരു കൺസോൾട്ടേഷൻ. അപ്പോൾ ഇപ്പം ഇങ്ങനെ 16% മൂവ് വന്നു, ഇപ്പം ഇന്നത്തെ ദിവസമാണ് നിങ്ങളുടെ കണ്ണിൽ ഈ സ്റ്റോക്ക് പെടുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇന്ന് പോയി വാങ്ങുമോ? ഈ സമയത്ത് വാങ്ങാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഓൾറെഡി 16% മൂവ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഈ പിവറ്റ് പോയിൻറ്റിൻ്റെ ഇതാണ് പിവറ്റ് ലെവൽ, ഇതാണ് പിവറ്റ് ലെവൽ. ഈ പിവറ്റ് ലെവലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ തന്നെ 10% സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ മിനിമം മാക്സ് ടു മാക്സ് 7% സ്റ്റോപ്പിൽ ഞാൻ വെക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു തിയറി. എങ്കിലും മാത്രമേ നിങ്ങൾക്ക് സൈസ് കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ, സൈസ് കൂട്ടി റിസ്ക് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സ് 7% സ്റ്റോപ്പ് ലോസ് എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മാക്സ് 10% സൈസ് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ ഈ ഫിയർ പുട്ടിങ് 7% സ്റ്റോപ്പ് ലോസ്. കാരണം ഓൾറെഡി റിസ്ക് നിങ്ങൾ കൂടുതലാണ് എടുക്കുന്നത്, കാരണം സ്റ്റോപ്പ് ലോസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനൊരു ബാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് എടുക്കരുത്. അതിന് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓൾറെഡി ഓൾ ടൈം ഹൈൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്തിട്ട് ചെറിയ കൺസോൾട്ടേഷൻ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈ ലെവലിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്യാം, റൈറ്റ്. ആ ബൈ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയ ആ കൺസോൾട്ടേഷൻ വിത്ത് ഇൻസൈഡ് ബാറും കാര്യങ്ങളൊക്കെ വന്നു, നല്ലൊരു ബാർ ടു അപ്സൈഡ് കിട്ടി, ബൈ. നെക്സ്റ്റ് ഡേ 10% മൂവ് പോയി. ഇങ്ങനത്തെ ഒരു ക്യാൻഡിലൊക്കെ കിട്ടിയേക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഓൾറെഡി ഒരു മോശം ക്യാൻഡിലാണ്, മുകളിൽ നല്ല വിക്കും താഴത്തേക്ക് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ക്യാൻഡിലാണ്. സോ മെല്ലെ സെല്ല് ചെയ്ത് തുടങ്ങാം. പിന്നെ നിങ്ങൾ സെല്ലിംഗ് റൂൾസ് അനുസരിച്ച് മേ ബി ഇത്രയും മോശമായ ക്യാരക്ടറിസ്റ്റിക് വരുമ്പോൾ സെല്ലിംഗ് റൂൾ അനുസരിച്ച് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ റൂൾസ് പോലെ ഇരിക്കും. ഇപ്പോൾ എൻ്റെ റൂൾസ് എന്താണെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡെഫിനറ്റ്ലി 10 പീരീഡ് മൂവിങ് ആവറിന് താഴെ ക്ലോസ് വന്നാൽ ഞാൻ ഡെഫിനറ്റ്ലി ഔട്ടായിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് മുന്നേ സെല്ലിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ഓൾറെഡി സ്ട്രെസ്ഡ് അല്ലേ. നമുക്ക് നമ്മുടെ ബേസിൽ നിന്ന് ഓൾറെഡി ഇത് എത്ര പെർസെൻറ്റേജ് മൂവ് ചെയ്തു? 57%. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനത്തെ സ്ട്രോങ് ബേസ് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആസ് പെർ ദ സ്റ്റഡീസ് ഡൺ ബൈ പ്രോ പീപ്പിൾ 40% ആവറേജ് നമുക്ക്, അത് ഗുഡ് ബുൾ മാർക്കറ്റിൽ നമുക്ക് 40% നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആവറേജ്. അത് കഴിഞ്ഞാൽ നല്ല ഒരു കൺസോൾട്ടേഷൻ
അല്ലെങ്കിൽ 40% സ്റ്റോക്ക് താഴെ വീഴുന്നല്ല, പക്ഷേ 40% ശേഷം ചെറിയ രീതിയിൽ കൺസോൾട്ടേഷൻ നടക്കാം അല്ലെങ്കിൽ വീഴാം. അപ്പോൾ ഒരു സ്വിംഗ് ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിൽ തന്നെ 40% ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയൊരു കിട്ടലാണ്. കാരണം നമ്മൾ ട്രേഡ് ചെയ്യുന്ന ചിലപ്പോൾ 3-4% 5% സ്റ്റോപ്പിലായിരിക്കും. അപ്പോൾ 4% സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് 40% എന്ന് പറഞ്ഞാൽ 4 hour ട്രേഡാണ്. അപ്പോൾ നമ്മൾ റിസ്ക് ചെയ്യുന്നതിന് 10 മടങ്ങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് സ്റ്റോക്കിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഇത് വളരെയധികം ലീനിയറായിട്ട് സ്ട്രെയിറ്റ് അപ്പാണ്, റോക്കറ്റ് പോകുന്ന പോലെ പോകുന്നത്. അപ്പോൾ റോക്കറ്റ് പോകുന്ന പോലെ മുകളിലേക്ക് പോകുന്ന സ്റ്റോക്സ് അതുപോലെ തന്നെ താഴേക്ക് വരാനുള്ള പ്രോബിലിറ്റിയും കൂടുതലാണ്. ഇതിന് പകരം ഇത് ഇങ്ങനെ പോയിട്ട് വീണ്ടും 10 EMA അല്ലെങ്കിൽ 20 EMA അടുത്ത കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ വീണ്ടും നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടും. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സ്റ്റോക്സ് അത്രയും ഫാസ്റ്റ് തന്നെ താഴത്തേക്ക് വരും. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സ്റ്റോക്സ് കുറച്ചുകൂടി അഗ്രസീവായിട്ട് സെല് ചെയ്യണം. കാരണം ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്ന സ്റ്റോക്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 10 plate മൂവിങ് ആവറേജ് താഴേക്ക് സെല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രം ദ ടോപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് 15% ഓൾറെഡി ഗെയിൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പാരബോളിക് ആയിട്ട് മുകളിലേക്ക് പോകുന്ന സ്റ്റോക്സിൽ കുറച്ച് നേരത്തെ സെല് ചെയ്ത് തുടങ്ങാം. കാരണം ഇങ്ങനെയുള്ള സ്റ്റോക്സിൽ നമ്മൾ കൂടുതൽ മൂവിങ് ആവറേജ് ഇതിന് താഴെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗെയിൻസ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. സോ ഓൾറെഡി ഞാൻ ഒറ്റ കേസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, R-Power. മേ ബി നമുക്ക് ഒന്നും കൂടെ വേറൊരു കേസും കൂടെ നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി ചെയ്യാമെന്നാണ് കൈറ്റെക്സ്. സോ കൈറ്റെക്സ് എന്ന സ്റ്റോക്ക് ഇതിൽ എക്സ്ട്രീംലി മാസീവ് മൂവ് എന്നല്ല കിട്ടിയിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഇതിൽ ഞാൻ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്നാമത്തെ ദിവസം സ്റ്റോക്ക് ലീനിയർ ആണോ? ഡെഫിനറ്റ്ലി ലീനിയറാണ്. ഇത് നോക്കിയേ, ഇതിൻ്റെ പാസ്റ്റിൽ വളരെ നല്ല മൂവ്സാണ് സ്ട്രെയിറ്റ് അപ്പ് വന്നിരിക്കുന്നത്. ഈ ലോയിൽ നിന്ന് ഈ ഹൈ വരെ 123% മൂവ് വിത്തൗട്ട് ടച്ചിങ് ദ 20 period മൂവിങ് ആവറേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എന്താ ഇവിടെയും കണ്ടോ, ലീനിയർ ആയിട്ടുള്ള ഫാസ്റ്റ് മൂവ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്ര 30% മൂവ്. അത് കഴിഞ്ഞിട്ട് വീഡിയോയും പിന്നെന്താ ഇവിടെ കിട്ടിയിരിക്കുന്നത് വിത്തൗട്ട് പീരിയഡ് ടച്ചിങ് ദ 20 period മൂവിങ് ആവറേജ് എത്രയായിട്ട് 42% മൂവ്. അപ്പോൾ ഇതെല്ലാം ലീനിയർ മൂവ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത്. അപ്പോൾ അങ്ങനെ ലീനിയർ നേച്ചറുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി സ്റ്റോക്ക് താഴെ വീണ് ഇവിടെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ വരുമ്പോൾ നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വെക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കൂടെ നോക്കിക്കോളൂ. നേരത്തെ പറഞ്ഞ ഇതൊരു 5% സർക്യൂട്ട് സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു 10% മൂവ് ഇതിൽ കിട്ടില്ല, 5% മാക്സിമം കിട്ടുള്ളൂ. ഓൾറെഡി ഗവൺമെൻറ് അതിനെ 5% സർക്യൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിയേ, ഈ ലെഫ്റ്റ് സൈഡിലെ ബേസും ഇപ്പോൾ ഞാൻ വേർട്ടിക്കൽ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വേർട്ടിക്കൽ ലൈൻ ഇവിടെ വരയ്ക്കുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിലെ ബേസും റൈറ്റ് സൈഡിലെ ബേസും അതുപോലെ തന്നെ ലെറ്റ്സ് സേ എക്സിറ്റ് യെസ് ഇവിടെ വയ്ക്കാം. റൈറ്റ്, ഇതാണ് നമ്മുടെ സപ്ലൈ സോൺ, മേജർ സപ്ലൈ സോണായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 2 പ്രാവശ്യം വന്ന് തട്ടിയിട്ട് പോയിട്ടുണ്ട്. റൈറ്റ്, ഇനി നമ്മൾ സ്റ്റഡി ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റോക്ക് കിട്ടിയെന്ന് വെച്ചോ. നമുക്ക് ഈ സ്റ്റോക്കിനെ സ്റ്റഡി ചെയ്യാൻ ഇവിടെ നിന്നാണ് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റ് ഇവിടെയാണ് വന്നത്. അപ്പോൾ നിങ്ങൾ അത് നോക്കുന്നത് എന്താ, ലീനിയർ ആണോ നോക്കി. അതെ, ലീനിയർ ആണ്. എക്സ്ട്രീംലി ഫാസ്റ്റ് മൂവ്സ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു കൺസോൾട്ടേഷൻ വന്നു, ഗുഡ്. അത് കഴിഞ്ഞിട്ട് എന്താ കിട്ടിയത്, ഇതിന് ഷെയ്ക്ക് ഔട്ട് ഇല്ല ഇതിനകത്ത്. അത് ഒരു കേസാണ്, ഷെയ്ക്ക് ഔട്ട് ഇല്ല. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഓക്കെ. പക്ഷേ സിമെട്രിക് ആണോ? അതെ, സിമെട്രിക് ആണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു റൗണ്ടിങ് ബോട്ടം കൈൻഡ് ഓഫ് പാറ്റേൺ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സിമെട്രിക് ആണ്. വോളിയം ആക്ഷൻ എങ്ങനെയാണ്? വോളിയം ആക്ഷൻ നോക്കുമ്പോൾ ഇവിടേക്ക് നോക്കി, ഇവിടെയൊക്കെ ഡ്രൈ വോളിയമാണ്. താഴത്തേക്ക് വീണോടിക്കുമ്പോൾ വളരെ ഡ്രൈ ആയിട്ടുള്ള വോളിയമാണ്. പിന്നെ ഇവിടേക്ക് ചെറിയ വോളിയം പിക്കപ്പ് ചെയ്ത് തുടങ്ങി. പക്ഷേ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കണ്ടോ, ബ്ലൂ വോളിയം, ഹൈ എബോവ് ആവറേജ് വോളിയം ക്യാൻഡിൽസ് കൂടുതലല്ലേ. കണ്ടോ, വലിയ ഹ്യൂജ് ബാസ് റൈറ്റ് സൈഡിൽ കൂടുതലാണ്. പിന്നെ ചെറിയ കൺസോൾട്ടേഷൻ വന്നു. ഈ കൺസോൾട്ടേഷനിൽ വോളിയം എന്താണ്, ബിലോ ആവറേജ് ആണ്, താഴത്തേക്കാണ് വരുന്നത്. അതായത് റെഡ് ക്യാൻഡിൽസിൽ വോളിയം കുറവും ഗ്രീൻ ക്യാൻഡിൽസ് വോളിയം കൂടുതലുമാണ്. അത് നല്ലൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അതിനുശേഷം നമ്മൾ ഓൾ ടൈം ഹൈൻ്റെ അടുത്താണോ നോക്കിയേ. ഡെഫിനറ്റ്ലി നമ്മൾ ഓൾ ടൈം ഹൈൻ്റെ അടുത്താണ്. ഓൾ ടൈം ഹൈൻ്റെ അടുത്തുനിന്ന് എത്ര % ആണ് താഴത്തേക്ക്?
വെറും 8%, 9%, 10%, 15% താഴെയാണെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി നിയർ ഓൾ ടൈം ഹൈ ആണ്. അതിനുശേഷം എന്താണ് ചെറിയ നല്ലൊരു കൺസോൾട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ബൈ ചെയ്യണമെന്ന് വെച്ചാൽ ബൈ ചെയ്യാം, റൈറ്റ്? സോ ഇതൊക്കെയാണ് മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റോക്ക്. അതായത് ലീനിയർ ഇൻ നേച്ചർ, പാസ്റ്റ് മൂവ്സ് നല്ല രീതിയിൽ തന്നിരിക്കണം, സ്ട്രെയിറ്റ് ആയിട്ട് തന്നിരിക്കണം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു, അതിനുശേഷം താഴത്തേക്ക് വന്നിട്ട് ആ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അല്ല, അറ്റ്ലീസ്റ്റ് സ്വിംഗ് ട്രേഡിനെ സംബന്ധിച്ചോളം കാര്യമില്ല. കാരണം ഇവിടെ നിന്ന് ഞാൻ ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വെച്ച് ഈ ലൈൻ്റെ താഴെയാണ് വെക്കുന്നതെങ്കിൽ ഇത് താഴെ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്റ്റോക്ക് ഞാൻ ട്രേഡ് ചെയ്യണമെന്നുണ്ടോ? ഞാൻ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ആ സ്റ്റോക്ക് ഒരു സ്റ്റോക്ക് എന്നാണ് ഞാൻ പറയുക. അതായത് സ്റ്റോപ്പീൻ നേച്ചർ ആയിരിക്കും അങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ. അപ്പോൾ അതൊന്നും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ആണുള്ള പ്രോബിലിറ്റി കുറയും. പക്ഷേ ഇങ്ങനത്തെ ലീനിയർ ആയ സ്റ്റോക്സ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഫോളോ ത്രൂ കിട്ടും. ഫോളോ ത്രൂ എന്നുള്ള ഒരു കേസ് നിങ്ങൾ ബുൾ മാർക്കറ്റിലാണോ ബെയർ മാർക്കറ്റിലാണോ എന്നറിയാൻ ഏറ്റവും ബെസ്റ്റ് സാധനം ഫോളോ ത്രൂ ആണ്. അതായത് ഇന്ന് ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ നല്ലൊരു മൂവ് ടു അപ്സൈഡ് 5% പോകണമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വാങ്ങിയെന്ന് വെച്ചോ, 5% സർക്യൂട്ട് അടിക്കുന്നതിനേക്കാളും മുന്നേ വാങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു നല്ലൊരു മൂവ് തന്നിട്ടുണ്ട്. ഇതിനാണ് ഫോളോ ത്രൂ എന്ന് പറയുന്നത്. ഇന്ന് വാങ്ങി പിറ്റേ ദിവസം തന്നെ നല്ലൊരു ക്യാൻഡിൽ 4, 5, 6, 7, 8% ക്യാൻഡിൽ പിറ്റേ ദിവസം തന്നെ തന്നു. അതിനാണ് ഫോളോ ത്രൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഫോളോ ത്രൂ കിട്ടി തുടങ്ങുമ്പോഴാണ് നിങ്ങൾ മാർക്കറ്റിൽ അഗ്രസീവ് ട്രേഡ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫോളോ ത്രൂസ് നടക്കുന്നില്ല. സ്റ്റോക്സ് വാങ്ങുന്നു, അപ്പം തന്നെ സ്റ്റോക്ക് വീണ്ടും ബേസിലേക്ക് പോകുന്നു. നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ വരും, അതിനുശേഷം പിന്നെ അതിന് ഫോളോ ത്രൂ ഇല്ല, പിന്നെ പിറ്റേ ദിവസം വരുന്ന റെഡ് ക്യാൻഡിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ സ്റ്റോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വാങ്ങാൻ നിങ്ങൾക്കൊരു ബൈബിൾ സെറ്റപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ മാർക്കറ്റ് മോശമായിട്ട് വാങ്ങിയില്ല. പക്ഷേ ആ സെറ്റപ്പിൽ ബൈ ചെയ്തിരുന്നെങ്കിൽ പിറ്റേ ദിവസം ഒരു ഫോളോ ത്രൂ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതും ഒരൊറ്റ സെറ്റപ്പിലല്ല, ഒരു 4-5 സെറ്റപ്പിൽ അടുപ്പിച്ച് കാണണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റ് മെല്ലെ മെല്ലെ നല്ല സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ടെന്ന്. കാരണം ഇന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നാളെ ഒരു ഫോളോ ത്രൂ കിട്ടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ ഈസി ആയിട്ട്. കാരണം നമുക്ക് അടുത്തൊരു പൊസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് ഒരു ബ്രേക്ക് ഔട്ടിൽ നമ്മൾ എടുത്തു, ഇന്ന് നമ്മൾ 2% അപ്പായിട്ട് ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്തു, പിറ്റേ ദിവസം ഒരു 5% അപ്പായി. അപ്പോൾ 5 + 2 7% ഓൾറെഡി നമ്മൾ അപ്പാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വേണമെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ടു ദ കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പുതിയ ട്രേഡ് എടുക്കാം. അപ്പോൾ ഓൾറെഡി ഒരു ട്രേഡ് ഇപ്പോൾ എടുത്തിരിക്കുന്ന പൊസിഷൻ നമ്മൾ റിസ്ക് ഫ്രീ ആണ്. പിന്നെ അടുത്ത ട്രേഡ് നമുക്ക് വീണ്ടും റിസ്ക് എടുക്കുന്നു. അപ്പോൾ ഓൾറെഡി റിസ്ക് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. നമ്മൾ പോർട്ട്ഫോളിയോൻ്റെ 0.3% റിസ്ക് ആദ്യത്തെ എടുത്തിരുന്നത്, ആ റിസ്ക് നമ്മൾ മിറ്റിഗേറ്റ് ചെയ്ത് എങ്ങനെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് ടു ദ കോസ്റ്റ് വെച്ചിട്ട്. പിന്നെ അടുത്ത ട്രേഡ് എടുക്കുമ്പോൾ വീണ്ടും റിസ്ക് സെയിം ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ റിസ്ക് മാനേജ് ചെയ്ത് പൊസിഷൻ ബിൽഡ് ചെയ്യേണ്ടത്, എസ്പെഷ്യലി ഇൻ ബാഡ് മാർക്കറ്റ്സ്. ബുൾ മാർക്കറ്റ്സിൽ ചിലപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ മോശമായി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത് അറിയില്ല. കാരണം മാർക്കറ്റ്സ് ആർ വെരി ഫോർ ഗിവിങ് ആ സമയത്ത്. പക്ഷേ ബെയർ മാർക്കറ്റ്സിൽ മാർക്കറ്റ്സ് വോണ്ട് ബി ഫോർ ഗിവിങ്, ഇറ്റ് വിൽ ബി വെരി ബ്രൂട്ടൽ. നിങ്ങൾക്ക് ട്രേഡ് നിങ്ങൾ ചുമ്മാ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അടികൊണ്ട് അവസാനം ഡെത്ത് ബൈ 1000 കട്ട്സ് എന്ന രീതിയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ മൊത്തം വൈപ്പ് ഔട്ടായി പോകും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ, ഈ ഒരു കാര്യം, അതായത് ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് സ്റ്റോക്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിൽ വെച്ചതിന് ശേഷം പിന്നെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ബുൾ മാർക്കറ്റിൽ വരുന്നുണ്ടോ എന്നും കൂടെ, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ എപ്പോഴാണ് നോക്കേണ്ടത്, നിങ്ങളൊക്കെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കേണ്ടത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് അതിൻ്റെ 10 പീരിയഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലുള്ളപ്പോൾ മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണിച്ചാൽ കൂടിയും സ്റ്റോക്ക് ഫെയിലാവും. അല്ലെങ്കിൽ സ്റ്റോക്ക് ഫെയിൽ ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്, സ്റ്റോക്ക് താഴത്തേക്ക് വീഴാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. അപ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സെറ്റപ്പ്. ഇതൊരു സെറ്റപ്പാണ്. അതായത് ഈ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കി നല്ലൊരു കൺസോൾട്ടേഷൻ വന്നു അതിൻ്റെ മുകളിൽ ബൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സെറ്റപ്പാണ്. പക്ഷേ ആ സെറ്റപ്പ് വർക്ക് ചെയ്യുന്ന എപ്പോഴായിരിക്കും, മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് നന്നായിരിക്കുമ്പോഴാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സെറ്റപ്പ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും മോശം മാർക്കറ്റിൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ ഈ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റോക്സ് ടു ലുക്ക് ഔട്ട് ഫോർ ഡ്യൂറിങ് സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ള സെഷൻ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ തരാൻ ശ്രമിക്കാം. സോ ഹാപ്പി ട്രേഡിംഗ്.
ഹാവ് എ പ്രോഫിറ്റബിൾ ഇയർ, അറ്റ്ലീസ്റ്റ് ഹാവ് എ പ്രോഫിറ്റബിൾ ഫിനാൻഷ്യൽ ഇയർ. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ചിലപ്പോൾ മോശമാകാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ്, കാരണം മാർക്കറ്റ് മോശമാണ്. ബട്ട് 2026 ഒരു നല്ലൊരു ഇയർ ആവും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി ചെറിയ എന്താ പറയുക, ചെറിയ ഗ്രീൻ സോൺസ് ഇൻ മാർക്കറ്റ്സ് വരും. ആ സമയം നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ടു ടേക്ക് ദോസ് ചാലഞ്ചസ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ സമയത്തും പൈസ ഉണ്ടാക്കാൻ പറ്റും. സോ ആസ് എ സ്വിംഗ് ട്രേഡർ നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് കപ്പാസിറ്റിയാണ്. ചിലപ്പോൾ ഒരു വർഷത്തിൽ മാർക്കറ്റ് 3 മാസം മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് പൈസ തരുന്നൊരു മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് വളരെയധികം സ്ലോപ്പി ആൻഡ് ചോപ്പി ആയിരിക്കും. ആ സമയങ്ങളിൽ മാറി നിന്നുകൊണ്ട് പൈസ കിട്ടുന്ന സമയങ്ങളിൽ മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു സ്വിംഗ് ട്രേഡറിനെ സംബന്ധിച്ചോളം ബെസ്റ്റ് തിങ്. അല്ലെങ്കിൽ അയാൾ സ്വിംഗ് ട്രേഡർ അല്ല, അയാളൊരു ഗാംബ്ലറാണെന്ന് ഞാൻ പറയും. എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു അർജുനുള്ള ആളാണ് നിങ്ങളെന്നെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ എ ഗാംബ്ലർ. ആ ഒരു അർജ് നിങ്ങൾ ഇപ്പം തന്നെ മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ പോസിറ്റീവായിട്ടൊരു റിട്ടേൺ ഉണ്ടാകാൻ സാധിക്കത്തുള്ളൂ. സോ ഈ വീഡിയോ ഓൾറെഡി ഭയങ്കര ലോങ് ആയിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ എവരി വൺ ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.